സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് മൈദയും 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. മൈദ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാല് കുറേശ്ശെ മൈദയിലേക്ക് ഒഴിച്ചൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് പാലൊഴിച്ച് കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കണം. മൈദയെല്ലാം ഇവിടെ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മൈദ എല്ലാം ഇങ്ങനെ കുഴച്ചെടുത്ത അതേ സമയം തന്നെ നമുക്ക് പൊറോട്ടയും ചുട്ടെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയെ 3 ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് പരത്തി ഒന്ന് ചുട്ടെടുക്കാം. ബോൾസും കൗണ്ടർ ടോപ്പിന്റെ മുകളിലിട്ട് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നല്ലത് തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇവിടെ തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്. നെയ്യ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ പൊറോട്ടയൊക്കെ ചുറ്റിയെടുക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റി എടുക്കാം. ഇങ്ങനെ പൊറോട്ട ചുറ്റുന്ന പോലെ ചുറ്റി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മറ്റെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പരത്തി മാറ്റി വയ്ക്കാം. ബോളുകളെല്ലാം ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്നും കൗണ്ടർ ടോപ്പിന്റെ മുകളിലിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കണം. നല്ല തിന്നായിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അടുപ്പിന് മുകളിൽ ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട പാനിലേക്കിട്ട് ചുട്ടെടുക്കാം. മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മൊരിയിച്ചെടുക്കണം. ഇതുപോലെ തന്നെ മറ്റുള്ളവയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ചുട്ടെടുത്തിട്ട് കൗണ്ടർ ടോപ്പിന്റെ മുകളിലിട്ട് ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാലും വീട്ടിൽ തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.